എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം. വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ ഈയൊരു വീഡിയോയിൽ പറയുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് വിശദമായ വീഡിയോയിലോട്ട് പോകാം. ഇടുക്കി ജില്ലയിൽ പല സ്ഥലങ്ങളിലും മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചിരിക്കുകയാണ്. ചികിത്സ യഥാസമയം ലഭിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന വൈറസ് രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് എ മൂലമുള്ള മഞ്ഞപ്പിത്തം. മലിനമായ വെള്ളത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ മഞ്ഞപ്പിത്ത രോഗിയുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയോ രോഗം പകരാം. വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകാൻ 2 മുതൽ 6 ആഴ്ച വരെ എടുക്കാം. ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പനി, ക്ഷീണം, വിശപ്പില്ലായ്മ, വയറുവേദന, ഓക്കാനം, ഛർദി, വയറിളക്കം, കടുത്ത നിറത്തിലുള്ള മൂത്രം, കണ്ണ്, ത്വക്ക്, നഖങ്ങൾ. എന്നാൽ ഭൂരിഭാഗം രോഗബാധിതരിലും പ്രകടമായ ലക്ഷണങ്ങൾ ഇല്ലാതെ തന്നെ രോഗം കാണപ്പെടാം. ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടാൽ ഉടൻ തന്നെ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടണം. പ്രതിരോധ മാർഗമെന്ന് പറയുന്നത് 12 മിനിറ്റെങ്കിലും തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കുക. കിണറും മറ്റു കുടിവെള്ള സ്രോതസ്സുകളും 2 ആഴ്ചയിൽ ഒരിക്കൽ ക്ലോറിനേറ്റ് ചെയ്യുക. ആഹാരത്തിന് മുമ്പും ശേഷവും ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷവും സോപ്പ് ഉപയോഗിച്ച് കൈകൾ വൃത്തിയായിട്ട് കഴുകുക. മഞ്ഞപ്പിത്ത രോഗം സ്ഥിരീകരിക്കുന്നവർ കുടുംബാംഗങ്ങളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും 3 ആഴ്ചത്തേക്ക് അകന്നു നിൽക്കേണ്ടതാണ്. സ്വന്തമായി ശുചിമുറിയും സ്വന്തമായി പാത്രങ്ങളും ഉപയോഗിക്കുക. പാകം ചെയ്ത ഭക്ഷണ പദാർത്ഥങ്ങൾ ഈച്ച തുടങ്ങിയ പ്രാണികൾ കയറാതെ അടച്ച് സൂക്ഷിക്കുക. പഴവർഗ്ഗങ്ങൾ ശുദ്ധജലത്തിൽ നന്നായി കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക. പച്ചവെള്ളം നേരിട്ട് കുടിക്കുന്നത് ഒഴിവാക്കുക. തിളപ്പിച്ച വെള്ളത്തിൽ പച്ചവെള്ളം കൂട്ടിച്ചേർത്ത് ഉപയോഗിക്കരുത്. പഴകിയ ആഹാരം കഴിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം. ജില്ലയിൽ മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. ഈ മാസം 5 പേർക്കാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജനുവരി മുതൽ ഇന്നലെ വരെ 90 പേർക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചതായി ആരോഗ്യ വകുപ്പിൻ്റെ കണക്ക്. 64 പേർ മഞ്ഞപ്പിത്ത സംശയത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. രോഗം പടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രോഗം പടരാതിരിക്കാനായി ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ആരോഗ്യ വകുപ്പ് അധികൃതർ നിർദ്ദേശിച്ചിരിക്കുകയാണ്.